ഹായ് ഫ്രണ്ട്സ്, ക്ലിൻസ്റ്റക്കിന്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ വന്ന ഡിവിസ് മൗണ്ടൈൻ ആണ്. ഇവിടുത്തെ മഞ്ഞ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഡിവിസ് മൗണ്ടൈൻ. പക്ഷെ നമുക്ക് ഇന്ന് മഞ്ഞില്ല. മഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ കയറാൻ പറ്റത്തില്ല. അതാണ് ഒരു പ്രശ്നം. കാരണം വണ്ടി ഒന്നും കയറാനില്ല, തെന്നിപ്പോവും. അപ്പോൾ നമ്മൾ ഇന്ന് നമുക്കിപ്പോൾ ഒരു 9 ഡിഗ്രി കണ്ടു കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ പോയപ്പോൾ -3 ആയിരുന്നു. അന്ന് ഭയങ്കര ഫുള്ള് മഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കിയാൽ ഇവിടെ ഒന്നും മഞ്ഞൊന്നും ഇല്ല, എല്ലാം ക്ലിയർ ആണ്. പക്ഷെ നമുക്ക് മലകളിലൊക്കെ മൗണ്ടൈൻസിലൊക്കെ ഇപ്പോഴും ചെറിയ രീതിയിൽ മഞ്ഞുണ്ടാവും. അപ്പോൾ നമുക്ക് ഡിവിസ് മൗണ്ടൈനിലേക്ക് പോകാം. നമ്മളങ്ങനെ ഡിവിസ് മൗണ്ടൈൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങേ മലയിലൊക്കെ കണ്ടോ മഞ്ഞ് ചെറുതായിട്ട് കിടക്കുന്ന കാണാം. കഴിഞ്ഞ ദിവസം പെയ്തിട്ട് ബാക്കി കിടക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതുണ്ട്, ഇവിടെ 8 ഡിഗ്രി ഉണ്ട്. സ്വാഭാവികമായിട്ടും മഞ്ഞെല്ലാം ഉരുകി പോകും. ഇതുണ്ട്, കുറച്ചൊക്കെ നമുക്ക് കാണാൻ കണ്ടോ മഞ്ഞ് കിടക്കുന്നത്. ഇവിടെ മോസ്റ്റ് വാണ്ടഡ് ഗെയിമിനകത്ത് പോലെ കേട്ടോ, അറ്റം കാണാത്ത റോഡാണ്. നമ്മളെ റോഡ് ഉണ്ട്, കണ്ണെത്താ ദൂരത്ത് കിടക്കുവാണ്, അങ്ങ് വരെ നേരെ കിടക്കുവാണ്. ഇവിടെയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കാറ്റാടി എന്തെങ്കിലും ഇറങ്ങുന്നതാണ് കേട്ടോ. അല്ലെ, അതിമനോഹരമായ സീനറിയാണ് കേട്ടോ. മരങ്ങളൊക്കെ ഇലകളില്ലാത്ത മരങ്ങള് ഒരു സൈഡിൽ മാത്രം നിൽക്കുന്നു. നമ്മളെ റോഡാണ് അങ്ങ് വരെ ഇങ്ങനെ നേരെ കിടക്കുവാണ്. അതുപോലെ ഇതെല്ലാം മറ്റേ ചെറിയ ചെറിയ കുന്നിൻ ചെരുവുകളാണ് കേട്ടോ. ഇവിടെ എല്ലാം എനിക്കൊന്നു ഫാം ലാൻഡുകളാണ് മൊത്തം. കുറച്ച് പ്രത്യേകം മരം മാത്രം നിൽക്കും. അത് വല്ല ഫാം ഹൗസും ആയിരിക്കും അല്ലേ. ഒരു വീടാണ്. ഇവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് ഫാം ഹൗസുകളുണ്ടോ. ഇതൊക്കെ ഒരു ഫാം ഹൗസാണ്. വഴി നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ വളഞ്ഞായിരിക്കും. നമ്മള് ചെല്ലുമ്പോൾ ഇങ്ങനെ പൊങ്ങിച്ചാട് അതുകൊണ്ട് വഴികളാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ. ഇതെല്ലാം ഇവിടുത്തെ ഫാം ലാൻഡുകളാണ് കേട്ടോ. ഈ കപ്പൊടി കളറിരിക്കുന്നത് ഫുള്ള് അതിന്റെ കളറല്ല, മഞ്ഞ് കാരണം ഇല ഉണങ്ങിപ്പോയതാണ്. ഇതുണ്ട്, ഐസ് ഉരുകാതെ കിടക്കുന്നുണ്ട്. നമ്മുടെ വീലിന്റെ ആ ബേസ് മാത്രമേ ഐസ് ഉരുകിപ്പോയിട്ടുള്ളൂ, ബാക്കി ഐസ് ഒന്നും ഉരുകാതെ കിടക്കുവാണ്. നമ്മുടെ രാജകീയ വാഹനം ലാൻഡ് റോവർ. നമ്മുടെ മുന്നിൽ കാണുന്ന റിസോർട്ടാണ്. അതിന്റെ സൈഡായിട്ട് വലതുവശത്ത് നമുക്ക് കുറെ പോഡുകൾ കാണാം. നമ്മുടെ നാട്ടിലൊക്കെ ടെന്റ് അടിക്കുന്ന പോലെ ഇവിടെ കുറച്ചും കൂടെ സോളിഡായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. പോഡുകൾ എന്ന് പറയുന്നത് നമുക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അങ്ങനെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. വഴിയിലെല്ലാം മഞ്ഞാണ്. ഈ മഞ്ഞത്ത് നമ്മൾ വണ്ടി കയറുമ്പോൾ വണ്ടി തന്നെയാണ് കേട്ടോ പോകുന്നത്. മഞ്ഞ് മൂടി കിടക്കുന്ന മല കണ്ടോ, അതാണ് നമ്മുടെ ഡിവിസ് മൗണ്ടൈൻ. ആ കാണുന്ന കേട്ടോ നമ്മുടെ പാർക്കിംഗ്. നമുക്കവിടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് ബാക്കി ഇപ്പം നടന്നു വേണം പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ മൊത്തം ഐസാണ് കേട്ടോ. നമ്മൾ വഴിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്ന പോലെ കേട്ടോ, നമ്മൾ കട്ടുള്ള ഐസാണ്. നമ്മൾ ഈ ഫ്രിഡ്ജിനകത്തേക്ക് ഐസില്ലേ, അതുപോലത്തെ കട്ടുള്ള ഐസാണ്. ഇനിയിപ്പോൾ ഇതേ നമുക്ക് അങ്ങോട്ട് നടന്നു പോകും. അതാണ് നമ്മുടെ വഴി. ഈ കാണുന്ന വഴിയുണ്ട് നമ്മുടെ ഡിവിസ് ആൻഡ് ബ്ലാക്ക് മൗണ്ടൈൻ വഴി. 2 മൗണ്ടൈനുകളാണ് ചേർന്ന് നടക്കുന്ന 2 മൗണ്ടൈൻ കേട്ടോ. ഒന്നിന്റെ പേര് ഡിവിസ് മൗണ്ടൈനും ഒന്നിന്റെ പേര് ബ്ലാക്ക് മൗണ്ടൈനും. രാവിലെ 9 തൊട്ട് വൈകിട്ട് 4 മണി വരെയാണ് കേട്ടോ ഈ സൈറ്റ് ഓപ്പൺ ആവുക. ഹലോ. പിന്നെ അത് റെഡ് കാണുന്ന ഡിവിസ് മൗണ്ടൈനും യെല്ലോ കാണുന്നത് ബ്ലാക്ക് മൗണ്ടൈനും ആണ്. ഇതിനകത്ത് ഡിവിസ് മൗണ്ടൈൻ ആയിട്ട് ഹൈറ്റ് ഉള്ളൂ, 478 മീറ്റർ ഉണ്ട്. ബ്ലാക്ക് മൗണ്ടൈൻ 390 മീറ്റർ ആണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ ട്രെയിൽസുകളുണ്ട് നമുക്ക് നടക്കാനുള്ളത്. ഒരു 1 മൈലോട്ട് 4 മൈൽ വരെ ദൂരത്തിലുള്ള പല ട്രെയിൽസുകളുണ്ട്. പിന്നെ നമുക്കിവിടെ ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ടോയ്ലറ്റ് ഉണ്ട്, കഫേ ഉണ്ട്, അങ്ങനത്തെ എല്ലാം തന്നെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഐസൂരിടുന്ന തെളിഞ്ഞ വെള്ളം കിടക്കുന്നുണ്ട് പുല്ലിന്റെ മേളിൽ. കാണാൻ നല്ല രസമുണ്ട്. ഇഷ്ടംപോലെ കുന്നുകളാണ്. കളക്റ്റീവ്ലി നോൺ ആസ് ബെൽഫാസ്റ്റ് ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് ഏറ്റവും ഹൈറ്റ് കൂടുതലാണ് കേട്ടോ ഈ ഡിവിസ് മൗണ്ടൈൻ. അതുപോലെ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന റോഡ് അടുത്തൊരു പാർക്കിംഗ് ആണ്. പാർക്കിങ്ങിലോട്ടുള്ള വഴിയാണ്. 2 പാർക്കിംഗ് ഉണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ പോകുന്നത് നടന്നു പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി നടന്നു പോവാം. കൊള്ളാം, നല്ല സ്ഥലമാണ്. ഫുള്ള് സെറ്റായിട്ട് വരണം. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. ഒത്തിരി ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. അടുത്ത ട്രെയിനാണ് കേട്ടോ. നമുക്ക് ഇതുവഴി കയറി ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകാം. ഈ റോഡ് ഇതിങ്ങനെ നേരെ പോവുകയാണ്. നമ്മളങ്ങനെ നടന്നു കുറേ ആയി കേട്ടോ. ഇതുണ്ട്, അവിടെ ഒരു അടുത്ത ട്രെയിലാണ്, സമ്മിറ്റ് ട്രെയിൽ എന്ന് പറയുന്നത്. കുറേ പേര് അങ്ങോട്ട് പോയി, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ. ഈ മുന്നോട്ട് ഇതുണ്ടോ, ആരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ വഴി അങ്ങോട്ടാന്ന് അറിയത്തില്ല ശരിക്കും. നമ്മളിതാ ലക്ഷ്യം ആ കാണുന്ന മലക്കയറാന്നാണ്. അതാണ് ഡിവിസ് മൗണ്ടൈൻ. നമ്മുടെ മാപ്പ് അനുസരിച്ച് ഈ നേരെ പോകുന്ന വഴി ശരിക്കും ഈ 2 മലയുടെ ഇടയ്ക്കൂടെ പോകുന്ന ഒരു വഴിയാണ്. ഈ ഒരു വഴിയിൽ നിന്ന് 2 സൈഡിലോട്ടുമാണ് നമ്മുടെ ട്രെയിലുകൾ പോകുന്നത്. അങ്ങനെ നമ്മൾ നടന്നൊരു ടവറിൻ്റെ അടുത്തെത്തി. ഇവിടുന്ന് അടുത്ത ട്രെയിൽ തിരികെയാണ്. അത് എനിക്കൊന്ന് ഡിവിസ് മൗണ്ടൈനിലേക്കാണ് പോകുന്നത്. നമ്മുടെ പുറകെ കുറേ പേര് നടന്നു വരുന്നുണ്ട്. നമ്മളതുണ്ടോ അങ്ങൊന്നാണ് നടന്നു വന്നത്. നമ്മങ്ങനെ നടന്ന് നല്ല ഹൈറ്റിലെത്തി കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ മഞ്ഞൊക്കെ കാണാം അവിടെ. എന്താണ് നേരത്തെ ഇവിടെ മഞ്ഞാണ്. ഇത് മഞ്ഞ് ഉരുക്കി പോകുന്ന വെള്ളമാണ് കാണുന്നത്. നമ്മുടെ താഴെ കാണുന്നത് ബെൽഫാസ്റ്റ് സിറ്റിയാണ്. അതുപോലെ തന്നെ അങ്ങ് നമുക്ക് കടൽ കാണാം. അതിന്റെ നടുക്കൂടെ ഒരു കപ്പലൊക്കെ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എത്താറായി. ഇനി വഴി കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലേക്ക് എത്തും. നോർത്തേൺ അയർലൻഡിലെ മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഈ ഡിവിസ് ആൻഡ് ബ്ലാക്ക് മൗണ്ടൈൻ. അതുകൊണ്ട് തന്നെയാണ് 3 ദിവസങ്ങൾക്ക് മുന്നേ വീണ മഞ്ഞ് ഇപ്പോഴും ഉരുകാതെ കിടക്കുന്നത്. നമ്മളിത് ചവിട്ടി നോക്കുമ്പോൾ ഏകദേശം ഒരു 2 അടിയോളം നമ്മുടെ കാല് താന്നു പോകുന്നുണ്ട് മഞ്ഞിന്റെ അകത്ത്. അത് ഇതിന് മുന്നേ പെയ്തത് ഭയങ്കര രീതിയിൽ മഞ്ഞ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഉരുകി തീർന്നിട്ടില്ല. ഇപ്പോഴും ഇത് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഏറ്റവും മുകളിൽ എത്താറായി. നമ്മുടെ ബാക്കി കാണുന്ന ടവറാണ് ഏറ്റവും ടോപ്പ് പോയിന്റ്. ഇവിടെ കുറെ കൂടെ കനത്തിലാണ് മഞ്ഞ് കിടക്കുന്നത്. നമ്മൾ താഴെ കട്ടിക്കാട്ട് ഇവിടെ മഞ്ഞ് കിടക്കുന്നത്. നല്ല മഞ്ഞ് പോലെ മഞ്ഞുണ്ട്, നല്ല കട്ടിയാണ്. ഇത്രയും കട്ടിയിലാണ് ഈ മഞ്ഞ് കിടക്കുന്നത്. ഈ സൈഡിൽ ഫുള്ള് ഇങ്ങനെ മഞ്ഞാണ്.
പറഞ്ഞ ടവറിന്റെ ചോട്ടിലെത്തി കേട്ടോ. ഇവിടെ ഫുള്ള് കോടമഞ്ഞാണ് ടോപ്പിൽ. നമ്മൾ താഴെ നമുക്ക് കാണാൻ കേട്ടോ, ഫുൾ കോടമഞ്ഞാണ്. നമ്മളങ്ങനെ ടോപ്പ് വന്നു കേട്ടോ. ഒരു ടവറുണ്ട്, ടവറുണ്ട്. അങ്ങോട്ട് ഫുള്ള് മഞ്ഞ. ആൾക്കാരൊക്കെ മഞ്ഞിനൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, മഞ്ഞ് കിടന്ന്. നമുക്ക് ടാർ റോഡ് അല്ലാതെ ഇങ്ങനെ ഒരു വഴി കൂടെ ഇങ്ങോട്ട് കയറി വരാവുന്നതാണ്. പക്ഷെ കുറച്ച് ഹൈറ്റ് ഉണ്ട്, അതായത് അപ്പോൾ കുറച്ച് അഡ്വഞ്ചറസ് ആ രീതിയിൽ വരാൻ പറ്റുന്നവർക്കാണ് ഇതുവഴി വരാൻ പറ്റുക. മഞ്ഞിന്റെ അടിഭാഗം ഉരുകുരുക്കി പോയിട്ട് മഞ്ഞ് പോലെ പോലെ ഇരിക്കുകയാണ്. ഇതെല്ലാം മഞ്ഞുരുകി പോകുന്ന വെള്ളമാണ് കേട്ടോ. നമ്മളതിന്റെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ കാണുന്നത് അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. ഈ വഴി കൂടെ നമ്മൾ ഡിസ്മൗണ്ടിലേക്ക് വരുവാണെങ്കിൽ മറ്റേ അതിന്റെ അത്രയും ദൂരമില്ല, പക്ഷേ കുറച്ച് സ്റ്റീപ്പാണ്. കുറച്ച് അഡ്വഞ്ചറസ് രീതിയിൽ നമ്മൾ നടന്ന് കയറി വരേണ്ടി വരും. നല്ല കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ താട് ഒഴുകുന്ന വെള്ളം കണ്ട കാറ്റിരിക്കും പൊങ്ങി മേളിട്ട് പോകുന്ന കാണാൻ നമുക്ക്. ഈ കിണർ പോലെ കെട്ടിരിക്കുന്ന ഭാഗം ശരിക്കും ഇവിടെ സൺസെറ്റ് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പോയിന്റ് ആണ് കേട്ടോ. അത് ഇവിടെ വന്നപ്പോഴേക്ക് മനസ്സിലാകുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഏതൊക്കെ സ്ഥലങ്ങളാണ് വേണ്ടി കാണുന്നത് എന്നുള്ളൊരു മാപ്പും ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് കേട്ടോ ഇത് കാണുന്നത്. ചെറിയ ചെറിയ അരുവികളായിട്ട് നമുക്ക് താഴെത്തുമ്പോൾ കാണാവുന്നതാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഡിവിസ്മൗണ്ടിനെ കയറിയത് ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു അടിപൊളി വീഡിയോ നമുക്ക് അടുത്തോടെ കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് ക്ലീസ് ടെക്.